ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പ്രകമ്പനം കണ്ടു. പ്രകമ്പനം പടത്തിനെ കുറിച്ചിട്ട് പറയാം. പറയണല്ലോ, പറയാനുണ്ട്. അതിനു മുമ്പ് നമ്മുടെ സാഗറിനെ കുറിച്ചിട്ടൊന്ന് പറയട്ടെ. സാഗർ സൂര്യ അളിയ, ഈ വീഡിയോ കാണുമില്ലയെന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പറയുകയാണ്. യുവ പൊളി. പൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, വൻ പൊളി. കിട്ടിലൻ ആക്ടറാണ് നിങ്ങൾ. കിട്ടിലൻ ആക്ടർ. കിട്ടിലൻ ആക്ടർ. അടുത്ത് വല്ല പുസ്തകമോ പേനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് വെച്ചോ. നിങ്ങൾ കയറിപ്പോവും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ആളുകൾക്ക് അറിയാം. എന്നാലും ആസ് എ പ്രേക്ഷകൻ എൻ്റെ ഒരു സന്തോഷത്തിന്, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം. നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ് സാഗർ. ആക്ച്വലി മറ്റേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്തെ ഞാൻ മൂപ്പരേനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഈ സിനിമയിൽ കയറുന്ന ഒരുപാട് ആൾക്കാർ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് കയറുന്നത്, മനസ്സിലായ? പക്ഷെ കയറി പറ്റുക, അതിൻ്റെ അകത്ത് നിലനിൽക്കുക എന്ന് പറയുന്ന പരിപാടി ഭയങ്കര കഷ്ടമാണ്. അപ്പോ ഈ സാഗറിന്റെ കേസിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, മൂപ്പര് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയാണ്. മൂപ്പര് ഈ സിനിമയിലൊന്ന് ആക്ട്, ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് ഓഫ് കോഴ്സ് അങ്ങേര് ഇൻഡസ്ട്രിയിലുണ്ട്. അങ്ങേരുടെ കഴിവുകളൊക്കെ ആയിട്ട് അങ്ങനെ അയാൾ മുമ്പോട്ട് പോകുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ആ ഒരു തേഴ്സ്റ്റ് എന്ന് പറയില്ലേ, ഇതിനകത്ത് കയറി ആക്റ്റീവായിട്ട് നിൽക്കണം, നല്ല നല്ല അവസരങ്ങൾ ഇനിയും കിട്ടണം എന്നുള്ള ആ ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു 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 ഇതുണ്ട് എന്നുള്ളത്. ബിഗ് ബോസിന്റെ അകത്താണെങ്കിലും അതിന്റെ അകത്തൊരു കണ്ടസ്റ്റന്റ് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി അയാളുടെ എന്താ പറയാ, ആ ഒരു ആക്ടിങ്ങിനോടുള്ള താല്പര്യം പല സാഹചര്യത്തിലും അയാൾ അതിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അത് നമ്മളാണെങ്കിലും എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങേര് പുറത്താവുന്ന സമയത്തൊക്കെ എനിക്ക് ആക്ച്വലി വിഷമായിരുന്നു. അയാള് അങ്ങനെ പോകേണ്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എവിക്ട് ആവേണ്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അയാൾ അവിടെ വന്നതിന്റെ ഒരു ഉദ്ദേശം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസിലേക്ക് പുള്ളി വരിക എന്നുള്ളത്. രണ്ട് എന്ന് പറയുന്നത് സിനിമ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങേരുടെ പല പരിപാടികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ പുള്ളി ബിഗ് ബോസ് നിന്ന് വെളിയിൽ ഇറങ്ങി, പണി എന്ന് പറയുന്ന സിനിമയിൽ അവസരം കിട്ടി. അതിൻ്റെ അകത്ത് സാഗർ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ കിടും. കുരുതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കിടലിന് ആക്ടറാണെന്നുള്ളത് നമ്മൾ അന്നേ നമ്മളതിനെ ശ്രദ്ധിച്ചതാ. പക്ഷെ പണിയില് കുറച്ചുകൂടി മേളിലേക്ക് പോയി. അതായത് മുഴുനീളമായിട്ടുള്ള പരിപാടിയാണല്ലോ. ഒരു ഒരു കാട്ടുകൂറ വില്ലൻ എന്ന് പറയുന്ന, വൃത്തികെട്ട നാറിയായിട്ടുള്ള ഒരു ചെറ്റ ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് പുള്ളി അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പുള്ളി ഞെട്ടിച്ചതാ. ഗംഭീരമായിട്ട് പുള്ളി ചെയ്ത്, പുള്ളിയെ എന്താ പറയുക, നമ്മളിങ്ങനെ അങ്ങനെ 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 കാണുകയാണ്, മനസ്സിലായ? ഞാനത് എക്സാജുറേറ്റ് ചെയ്ത് പറയില്ല, ജെനുവിൻലി ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പണിക്ക് ശേഷം ഞാൻ വേറെ പുള്ളിയുടെ പടം ആക്ച്വലി കണ്ടിട്ടില്ല. ഇഫ് ഐ എം റോങ് പ്ലീസ് കറക്റ്റ് മീ, എൻ്റെ ഇടയിൽ വല്ല പടം വന്നിട്ടുണ്ടോ എന്നുള്ളത്. പണിക്ക് ശേഷം ഞാൻ പുള്ളിയുടെ കാണുന്ന പടം എന്ന് പറയുന്നത് പ്രകമ്പനമാണ്. ഇതിന്റെ അകത്ത് എന്റെ പൊന്നളി, എനിക്ക് സീരിയസ്ലി മാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആളുടെ പെർഫോമൻസ്. എന്ത് കിട്ടുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്, പടം കണ്ട ആളുകൾക്ക് അറിയാം, ഈ ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് അതങ്ങനെ ഈസി ആയിട്ടുള്ള കേക്ക് വോക്ക് ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതിൻ്റെ അകത്ത് എഫേർട്ട് ഇടണം, ആൻഡ് അതിന് ഒരു ടാലന്റ് വേണം, പൊട്ടൻഷ്യൽ വേണം. എന്നാലേ ഈ സാധനം വളരെ ക്ലിയർ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് സാഗർ പൊളിയായിരുന്നു. പൊള്ളിയായിരുന്നു. കാണാത്തവരാരുണ്ട്? ഇനിയിപ്പോ സ്പോയിലറാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ സ്വാപ്പ് പരിപാടി ഉണ്ട്. ഈടോ എന്ത് രസമായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പുള്ളി കുളി കഴിഞ്ഞ് വരുന്ന ഒരു സീനുണ്ട്. എന്റെ പൊന്നോ, അത് കണ്ടപ്പോ തിയേറ്ററിൽ ഫുള്ള് ചിരിയായിരുന്നു. അതാ ഞാൻ പറയുന്നത്, ടാലന്റഡോ, അതാണ് പൊട്ടൻഷ്യലേ. അപ്പൊ ഇത് ഇത് ഇത്ര പറയാൻ കാരണം, പണിയിൽ നമ്മൾ കണ്ടത് ഒരുമാതിരി കാട്ടുകൂറ ചെറ്റ മാറിയ ഒരു വില്ലനെ നമ്മൾ കണ്ടത്. അത് പുള്ളി അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കാണുന്ന അതിന്റെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം, കോമഡി എന്ത് രസമായിട്ട്. അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിനെ കൊണ്ട് ഒരുപാട് പേരുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്.
ഇയാളെ ഞാൻ ആ ലിസ്റ്റിൽ പെടുത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയാണ്. ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടറെ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു എല്ലാ തരത്തിലുള്ള പരിപാടികളും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ മറ്റേതിൽ അങ്ങനെ ചെയ്ത്, പണിയിൽ അങ്ങനെ ചെയ്ത്, ഇതിന്റെ അകത്തേക്ക് വരുമ്പോ ഇങ്ങനെ കോമഡി, ഈ സ്വാപ്പിംഗ് പരിപാടി വരുന്ന, അതാണ് പറയുന്നത്. ഒരു ക്യാരക്ടറിൽ നിൽക്കണം, അതിന്റെ ഇടയിൽ കൂടെ സ്വാപ്പ് ചെയ്ത ക്യാരക്ടറിലേക്ക് നിൽക്കണം. അപ്പൊ അത് എവിടെ വേണമെങ്കിലും പാളിപ്പോവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് അത്. പാളിപ്പോയാൽ ഒരുമാതിരി ആ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പോലും ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണത്. പക്ഷെ കലക്കി പുള്ളി, കലക്കി അടിപൊളി എന്റർടൈനർ ആയിരുന്നു പുള്ളി ഈ ഒരു പടത്തിന്റെ അകത്ത്. എനിക്കിത് ഇതെന്താ പറയുക, ഞാൻ ഇത്രയും പറയണത് ഇങ്ങേരുടെ കേസിൽ, ഞാൻ എസ്പെഷ്യലി ഇങ്ങേരുടെ കേസിൽ ഞാൻ ഇങ്ങനെ പറയേണ്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങേര് തട്ടിമുട്ടിയിലുണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ സിനിമയ്ക്കകത്തുണ്ട് ഓഫ് കോഴ്സ് ഉണ്ട്. ബട്ട് അങ്ങേര് അർഹിക്കുന്ന, ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല ക്യാരക്ടറുകൾ, അല്ലെങ്കിൽ അയാൾ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം, അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി, അല്ലെങ്കിൽ എക്സ്പോഷർ, ആളുകളുടെ ഇടയ്ക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഡിസേർവ് ചെയ്യുന്ന ലെവലിലുള്ള പരിപാടി കിട്ടിയിട്ടില്ല എന്നൊരു ഫീൽ എനിക്ക് ആക്ച്വലി ഉണ്ട്. പണിയിൽ യെസ് ഓഫ് കോഴ്സ് അയാൾക്ക് കിട്ടി, പക്ഷെ അതൊന്നും പോരാ. അങ്ങേര് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് നല്ല നല്ല അടിപൊളി സിനിമകളുടെ ഭാഗമാവാൻ, അടിപൊളി സിനിമകളുടെ ഉള്ളിൽ വന്ന് നല്ല കിടിലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ അർഹനാണ് അയാൾ. അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് അവസരങ്ങൾ കിട്ടണം. അയാളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് സിനിമ സംവിധായകർ അയാൾക്ക് അവസരങ്ങൾ കൊടുക്കണം. അയാൾ ഇവിടെ വേണം. ആക്റ്റീവായിട്ട് അയാൾ നിൽക്കേണ്ട ഒരു കലാകാരനാണ്. അതിലാദ്യം പൃഥ്വിരാജിനോടാണ് നന്ദി ആക്ച്വലി ഞാൻ ആസ് എ പ്രേക്ഷകൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു പൃഥ്വിരാജാണ് ആക്ച്വലി കുരുതിയിലേക്ക് പുള്ളിനെ സജസ്റ്റ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, എവിടെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവസരങ്ങൾ കിട്ടിയാലേ ഒരാളുടെ ടാലന്റ് തെളിയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സാഗറിന്റെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇവിടെ ഒരുപാട് അഭിനേതാക്കൾ ആക്ച്വലി ഉണ്ട് ടാലന്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഒരു അവസരം കിട്ടുക പറയുന്നത് കഷ്ടപ്പാടാ. അത് കിട്ടി തെളിയിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. പിന്നെ നിലനിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും വലിയ ഭാഗ്യം. സാഗറിന്റെ കേസിൽ എനിക്ക് ഭയങ്കര ഡിലേ ആയിട്ടാട്ടോ തോന്നിയത്. കാരണം പാവം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് പുള്ളി. ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് സിനിമയിൽ വരണം എന്നുള്ളത്. പക്ഷെ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുറെ നിന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അവസരം വന്നത്. എനിക്കിതിൽ ആദ്യം മറ്റേ വിജേഷ് പണത്തൂർ എന്നാണ് ഡയറക്ടറിന്റെ പേര്, റൈറ്ററും പുള്ളി തന്നെയാണ്. പുള്ളിയോട് ആക്ച്വലി യു ഡിഡ് എ ഗുഡ് ജോബ്, ആക്ച്വലി യു ഗേവ് എ ചാൻസ്. നിങ്ങളും പുതുമുഖമാണ്, നിങ്ങൾ സാഗറിനെ നല്ല അയാളുടെ പൊട്ടൻഷ്യൽ അറിഞ്ഞിട്ട് അവസരം കൊടുത്തു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ആക്ച്വലി. അത് ഗുഡ്, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്, നൈസ്. സാഗർ 8 മിനിറ്റ് ഞാൻ പറഞ്ഞു, സാഗറിന്റെ കാര്യം മാത്രമാണ് ഞാൻ 8 മിനിറ്റ് ആക്ച്വലി പറഞ്ഞത്. ഐ എം സോറി, ഡിലേ ആയി പോയി പറഞ്ഞിട്ട് പറയാതിരിക്കാൻ തോന്നിയില്ല. അറ്റ്ലീസ്റ്റ് തോന്നുന്നത് ഇത് പറയണം തോന്നി. ഇറ്റ് ഷുഡ് റീച്ച് ടു മോർ പീപ്പിൾ. അപ്പൊ ഇതാണ് എനിക്ക് സാഗറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. കൂടുതൽ പറയാനില്ല. ഇനി പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ, എനിക്ക് ഈ പ്രകമ്പനം, ഈ സിനിമയുടെ കേസിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാനത് ഓപ്പൺ ആയിട്ട് പറയുകയാണ്. അതിനർത്ഥം പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് തല്ലിപ്പൊളി പടമായിരിക്കും, മോശമായിട്ടുള്ള പടമായിരിക്കും എന്ന് എന്താ പറയുക, ഞാൻ പ്രജുഡ്യൂസ് ആയിട്ട് ചിന്തിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. പക്ഷേ പടം കണ്ടപ്പോ ഐ റിയലി ലൈക്ക് ദ മൂവി. ഐ റിയലി എൻജോയ് ദ മൂവി. ഞാൻ ഒരുപാട് ചിരിച്ചു. അടിപൊളി പടം. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ എന്താ പറയാ, ഭയങ്കര സീരിയസ് ആയിട്ട്, എന്താ പറയാ, ഭയങ്കര ഹൊറർ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട്, അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ട് അല്ല സിനിമകളെ അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങൾ കാഷ്വൽ വാച്ചാണ് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതിയിൽ എൻജോയ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രേക്ഷകരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി ആൻഡ് ഐ ഹോപ്പ് യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പടം തുടങ്ങിയിട്ട് ആദ്യത്തെ കുറച്ച് സമയമൊന്നും എനിക്ക് അതിൻ്റെ അകത്ത് ഇന്നാവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥ ആക്ച്വലി ഉണ്ടായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് അതിൻ്റെ അകത്തേക്ക് ഇന്നായപ്പോൾ ഇതിന്റെ പരിപാടികളൊക്കെ ഒന്ന് വർക്കായി തുടങ്ങി. ലൈക്ക് എന്താ പറയാ, ഫൺ പാർട്ട്, അതിലൊരു ഒരു 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 സാഹചര്യം എത്തുന്ന സമയത്ത്, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ക്യാരക്ടർ സ്വാപ്പ് പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് അങ്ങ് കടക്കുന്ന സമയത്ത് അവിടം തൊട്ട് പിന്നെ അവസാനം വരെ
ഇരുന്ന് കണ്ടു. മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ചിരിക്കുക അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് ചിരിക്കാനുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഉണ്ട്. ബട്ട് ചിരി എന്നുള്ളതിനെക്കാട്ടിലും ഉപരി രസകരമായിട്ട് എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ അവരുടെ പരിപാടികൾ കണ്ട് ഇരിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം രസമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫൺ റൈഡ്, ഒരു ഫൺ വാച്ച്. ഇതിന്റെ ഡയറക്ടറും റൈറ്ററൊക്കെ ഒരാൾ തന്നെ, വിജേഷ് പടത്തൂർ തന്നെയാണ് ആക്ച്വലി എടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് അതിഗംഭീരമായ എന്താ പറയുക, ഭയങ്കരം രോമാഞ്ചം പോലൊരു പടം, അല്ലെങ്കിൽ അടികപ്പിയാരെ കൂട്ടമണി പോലൊരു പടം, റൈറ്റിങ്ങിലും ഡയറക്ഷനിലും ഒക്കെ അന്ത അളവ് റേഞ്ച് പോയി. അങ്ങനെ കമ്പാരിസണോ ഇതൊന്നും ഞാൻ നടത്തുന്നില്ല, അങ്ങനെ എനിക്ക് താല്പര്യമില്ല. അതുവേ ഇത് മനസ്സിലായ, ഇതും ഒരു തരത്തിലും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. ലൈക്ക് ഈ വി ഷുഡ് അപ്രീഷിയേറ്റ് ദ ഫാക്ട് ദാറ്റ് ഈ കോമഡി ഹൊറർ എന്ന് പറയുന്ന ജോണർ എടുക്കാൻ ധൈര്യം വേണം, ഒന്ന്. രണ്ട്, അത് എടുക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷെ ഇത് എടുത്ത ആൾക്കാരുടെ ഇടയിൽ വർക്കാക്കി എടുക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. കുറച്ച് ടഫായിട്ടുള്ളൊരു ജോണറാണ്. പാളിയാ പാളും ചള ആവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ജോണർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് എടുത്തിട്ട് ഹൊറർ ഈസ് ദർ. ഹൊറർ എന്ന് പറഞ്ഞാൽ ലൈക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ ആ ഒരു അവസാന പോർഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് അടിപൊളിയായിട്ട് അവർ എടുത്തിട്ടുണ്ടെന്നേ. അവിടെ ആ ഹൊറർ എന്ന് പറഞ്ഞിട്ടുള്ള ആ എലമെന്റും അവരവിടെ വെച്ച് അതും അത്യാവശ്യം നമ്മളെ പേടിപ്പിക്കുക എന്നല്ല, പക്ഷെ അത് നൈസായിട്ട് അവര് അത് എടുത്തിട്ടുണ്ട്, നൈസായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സീൻസ് ഒക്കെ രാജേഷ് മാധവനൊക്കെ വരുന്ന സീനാണത്. അപ്പൊ ഇവര് എന്താ പറയാ, അത് എടുത്തു വെച്ചിരിക്കുന്ന പരിപാടിയൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, നല്ല രസകരമായിട്ടാണ് ആക്ച്വലി അത് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഹൊറർ ഈസ് ദർ ആൻഡ് കൂട്ടത്തിൽ ഈ പറയുന്ന കോമഡി പരിപാടികളും കൂടി ആവുന്ന സമയത്ത് നല്ല ഫണ്ണാണ്, നല്ല രസമാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ടിരിക്കാൻ. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു പടം കണ്ടത്. ഇത് എക്സാജറേഷനോ കോണകോ ഒന്നുമില്ല. ഞാൻ സീരിയസ്ലി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഭയങ്കര റിവ്യൂവറോ അണ്ടിയൊന്നുമല്ല, ഒരു ഒപ്പീനിയൻ, സാധാ പ്രേക്ഷകൻ പോയി കാണുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയത്, നമ്മൾ ആ രീതിയിൽ അങ്ങ് പറയുന്നു. ഐ റിയലി എൻജോയ് ദ മൂവി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാഗറിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇനി ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് അങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല. സാഗർ കലക്കി, ഗംഭീര പ്രകടനം, ഗംഭീരം, സാഗർ ഷോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് അമീനുണ്ട്, അല്ലമീനുണ്ട്, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. ഗണപതി ഉണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട് അവരുടെ ഭാഗം. പിന്നെ മല്ലിക സുകുമാരൻ, ഐ ഷുഡ് എന്താ പറയുക, മെൻഷൻ ഹെർ നെയിം, അടിപൊളി. നിങ്ങൾ കാണ്, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണ് തിയേറ്ററിൽ പോയിട്ട്. മല്ലിക സുകുമാരൻ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇതിൻ്റെ അകത്ത്. പെർഫോമൻസ് പറയുമ്പോൾ ഏത് ലെവലിൽ, എന്താ പറയുക, ലൈക്ക് അത് ഏത് ലെവലിൽ പറഞ്ഞാൽ അത് വല്ലാത്തൊരു സ്പോയിലർ ആയി പോകും. ഓൾറെഡി ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് രസമാണ്, അവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് നല്ല രസമാണ്. കണ്ണാടിയിൽ അവരെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ പേടി വരും ആക്ച്വലി, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത്. അതൊക്കെ നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ, അങ്ങനെ ആക്ച്വലി തോന്നുന്നത്. അപ്പോൾ അവരുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗണപതി, എല്ലാവരും കാര്യങ്ങളും പറഞ്ഞല്ലോ. പിന്നെ ഇതിന് സുബിൻ ടാർസൺ ഉണ്ട്, അയാളുടെ ഭാഗം കറക്റ്റായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസീസ് നെടുമ്പങ്ങാട് നല്ല ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത്, നന്നായിട്ട് പുള്ളിയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മല്ലിക സുകുമാരൻ അവർക്ക് ഒരു ഇത് പറ്റും, മനസ്സിലായോ, എന്ത് പറ്റും എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അതിനുശേഷം പുള്ളി ഇങ്ങനെ അതിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു വിളിയൊക്കെ വിളിക്കുന്നുണ്ട്, ജയ് വിളിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അത് നല്ല ഫണ്ണായിരുന്നു ആക്ച്വലി. നമ്മുടെ നവാസിക്ക കലാഭവൻ, ഐ റിയലി മിസ് ഹിം ആക്ച്വലി. മലയാളത്തിൽ അയാളുള്ള സമയത്ത് അയാളെ ഒന്നും മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല. ഈസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഉപയോഗിച്ചില്ല നല്ല രീതിയിൽ പുള്ളിനെ ഒന്നും. എനിക്ക് ഈ പുള്ളിനെ സ്ക്രീനിൽ കണ്ട സമയത്ത് വിഷമാണ് തോന്നിയത്. കാരണം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. അപ്പോ ആ ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെയാണ് പുള്ളിക്ക് സംഭവിച്ചത്. വിഷമമുണ്ട്. പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് കിട്ടിയത്, നന്നായി ചെയ്തിട്ടുണ്ട്. വേറെ എന്തോ എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് പുള്ളിക്ക് വളരെ ആഗ്രഹിച്ച് എന്തോ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോട്ടായിരുന്നു അത്രേ. പക്ഷെ അത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതിന് മുമ്പാണ് മരിച്ചുപോയത് എന്നുള്ള ഒരു സംഭവം ഞാൻ ഇവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് വിജേഷ് ഡയറക്ടർ പറയുന്നത് കേട്ടായിരുന്നു. സോ എനിക്ക് പുള്ളിനെ കണ്ടപ്പോൾ ഇതൊക്കെയാണ് മൈൻഡിൽ വന്നത്. വിഷമം തോന്നി, ഉള്ള സമയത്ത് ഉപയോഗിച്ചില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഈ പടത്തിന്റെ അകത്ത് വിജേഷ്, എനിക്ക് അതാണ് ഈ നിങ്ങളോട് ഒരു ഇത്, പുള്ളിക്ക് അവസരം കിട്ടി,
ഇനിയും നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ ഉണ്ടായിരുന്ന സാഹചര്യം, അല്ലെങ്കിൽ കുറെ സിനിമകൾ പുള്ളിക്ക് ഉണ്ടായിരുന്നതാണ്. ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ പുള്ളിക്ക് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അപ്പോഴാണ് ഈ മരണം സംഭവിക്കുന്നത്. സോ ഐ റിയലി മിസ് ഹിം. മനസ്സിലായ? നവാസ് എന്ന് പറയുന്ന കലാകാരനെ മിസ് ചെയ്യുന്നു. പിന്നെ ഇതിന്റെ അകത്ത് കുഞ്ഞികൃഷ്ണൻ അല്ലേ, മറ്റേ എന്താണ് ഇന്നത്തെ കേസ് കൂടെ എന്ന് പറയുന്ന സിനിമയിലെ ജഡ്ജി, ആ പുള്ളിക്കാരൻ ഇതിന്റെ അകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയും രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര പറയാനുള്ള ഈ ഒരു സിനിമയെ കുറിച്ചിട്ട്. പ്രകമ്പനം, ദിസ് ഈസ് പ്രകമ്പനം ഫോർ മീ. സോ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്, റിവ്യൂ അല്ല. നമ്മൾ ക്യാപ്ഷനിൽ റിവ്യൂ എന്നൊക്കെ കൊടുക്കുമെങ്കിലും നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒപ്പീനിയൻ ആണ്. അപ്പോൾ ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാം, കാണാം, കാണാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെക്കാതെ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കാഷ്വൽ വാച്ച് എന്നുള്ള രീതിയിൽ ജസ്റ്റ് പോയി കണ്ടതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് പടം വർക്കായി. ഞാൻ ചിരിച്ച് ചില്ലായി ഫണ്ണായിട്ടാണ് പടം കണ്ടു തീർത്തത്. എനിക്കെന്തോ പടം, ഇതിന്റെ എൻഡിങ് ഒക്കെ നല്ല രസമായിരുന്നു. ആക്ച്വലി രാജേഷ് മാധവന്റെ പോർഷൻസ് ഒക്കെ നല്ല രസമായിരുന്നു. എവറിത്തിങ് എനിക്കൊരു മൂഡ് കിട്ടി. ഇവരുടെ മറ്റേ റൂമിന്റെ അകത്തുള്ള പരിപാടികൾ, അമീനും ഗണപതിയും പിന്നെ എന്താ പറയാ സായറ്, ഇവരുടെ മൂന്ന് പേരുടെ ആ കോമ്പിനേഷനും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നമുക്കൊക്കെ കൂട്ടുകാരുണ്ടല്ലോ. ആഹ് എനിക്ക് പൊതുവെ അത്തരത്തിലുള്ള വൈബ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ട്, മൂന്ന് പേര് നാല് പേരുള്ള ഗ്യാങ്, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ്. എനിക്ക് രോമാഞ്ചം ഇഷ്ടപ്പെട്ട പടമാണ്, കപ്പ്യാരെ കൂട്ടപ്പണ ഇഷ്ടപ്പെട്ട പടമാണ്. അതേപോലെ തന്നെ ഞാൻ കമ്പാരിസൺ ഒന്നും നടത്തുന്നില്ല, അതിന്റെ മുകളിലാണ് ഇത് അല്ലെങ്കിൽ അതേപോലെയാണ്. നോ 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 നോ, ഐ വോണ്ട് മേക്ക് എനി കമ്പാരിസൺസ്. ബട്ട് അതും നല്ല പടമാണ്, അത് ഗംഭീര പടങ്ങളാണ്. ഇതും എനിക്ക് വർക്കായി, ഇതും നല്ല പടമാണ്. അപ്പൊ ആരും അത് പ്രതീക്ഷിച്ച് ഇതിലേക്ക് പോകണ്ട. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വിചാരിച്ച് കാണാൻ വേണ്ടിയിട്ട് പോവുക. സോ ജസ്റ്റ് ഗോ ആൻഡ് ഹാവ് സം ഫൺ ബേബി.